എല്ലാവർക്കും മണി മാറ്റേഴ്സിലേക്ക് സ്വാഗതം. പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഗൂഗിൾ പേയിലൂടെ ലോൺ എടുക്കാൻ സാധിക്കും. ധനകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് ഗൂഗിൾ പേ ഇത്തരമൊരു അവസരം നൽകുന്നത്. ഗൂഗിൾ പേ നൽകി വരുന്ന സാക്ഷ്യ ലോണുകൾ, ഇതിന്റെ പ്രോസസ്സിംഗ് രീതി, ഇതിന്റെ പലിശ നിരക്ക് എന്നീ കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഗൂഗിൾ പേ ലോണിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞതുപോലെ തന്നെ പണത്തിന് പെട്ടെന്ന് അത്യാവശ്യം വന്നാൽ നമുക്ക് ഗൂഗിൾ പേയിലൂടെ ഇപ്പോൾ പേഴ്സണൽ ലോൺ ലഭ്യമാണ്. പേഴ്സണൽ ലോൺ മാത്രമല്ല, ചെറുകിട ബിസിനസ്സുകൾക്ക് ആവശ്യമായ ലോണും ഗൂഗിൾ പേ ധനകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട്. വളരെ പെട്ടെന്ന് ലോൺ ലഭിക്കും എന്നതും പ്രോസസ്സിംഗ് നടപടിക്രമങ്ങൾ ലളിതമാണ് എന്നതുമൊക്കെയാണ് ഇത്തരം ലോണുകളുടെ ആകർഷണങ്ങൾ. പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്ന് തന്നെയാണ് ഗൂഗിൾ പേ ഈ ലോൺ ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. സാധാരണയായി ബാങ്ക് ആവശ്യപ്പെടുന്ന രേഖകളും പ്രോസസ്സിംഗ് നടപടിക്രമങ്ങളും ഒക്കെ കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ ഈ ലോൺ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാറുണ്ട്. പേഴ്സണൽ ലോണിനും ബിസിനസ് ലോണിനുമുള്ള നടപടിക്രമങ്ങൾ ഒരുപോലെയാണോ? അല്ല. പേഴ്സണൽ ലോണിന് ഗൂഗിൾ പേ ആപ്പിലൂടെ തന്നെ നേരിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് അപേക്ഷ നൽകാനാകും. എന്നാൽ ബിസിനസ്സുകൾക്ക് വേണ്ടി ഗൂഗിൾ പേ പ്രത്യേകം ആപ്പ് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഗൂഗിൾ പേ ആപ്പ് ഫോർ ബിസിനസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ലഭ്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പം ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വേണ്ട 15,000 രൂപ മുതൽ തന്നെ ഗൂഗിൾ പേയിലൂടെ ലോൺ പ്രത്യേകം ലഭ്യമാണ്. ഇതിൽ 111 രൂപ EMI അടയ്ക്കുന്ന രീതിയിൽ ഒരു പുതിയ ലോൺ സ്കീം ഗൂഗിൾ പേ അടുത്തിടെ അവതരിപ്പിച്ചിരുന്നു. ചെറുകിട ബിസിനസ്സുകാർക്ക് ഏറെ സഹായകരമായിട്ടുള്ള ഒരു സ്കീമാണിത്. പണത്തിന് പെട്ടെന്ന് ആവശ്യം വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇത്തരം ലോൺ പ്രയോജനപ്പെടുത്താനാകും. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതിയാവും. നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നതാണ് ഓരോ ആപ്പുകളിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടുപോകുന്ന ഓരോ അവസ്ഥകളൊക്കെ. അപ്പോൾ ഗൂഗിൾ പേയിൽ നിന്ന് വ്യക്തിഗത ലോൺ എടുക്കുന്നത് സുരക്ഷിതമായിട്ടുള്ളൊരു നീക്കമാണോ? മറ്റ് സുരക്ഷിതമല്ലാത്ത ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗൂഗിൾ പേ ആപ്പ് സുരക്ഷിതമാണെന്ന് പറയാൻ കഴിയും. കാരണം ഗൂഗിൾ പേ നേരിട്ട് നൽകുന്ന ഒരു ലോൺ അല്ല ഇത്. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്ന് SBI, HDFC ബാങ്ക് എന്നിവയ്ക്ക് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്ന് തന്നെയാണ് ഗൂഗിൾ പേ ഉപഭോക്താക്കൾക്കായി ഈ ലോൺ നൽകുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ നടപടിക്രമങ്ങളായിരിക്കും ലോൺ അനുവദിക്കുന്നതിലെ പ്രധാന മാനദണ്ഡം. അതുകൊണ്ട് തന്നെ സുരക്ഷിതമല്ലാത്ത വായ്പകൾ വെച്ച് നോക്കുമ്പോൾ ഈ ഗൂഗിൾ പേ ലോൺ സുരക്ഷിതമാണ്. ലോണിൻ്റെ തുകയും പലിശയും ഒക്കെ എങ്ങനെയാണ്? വിവിധ കാലയളവിലെ ലോൺ ഇപ്പം ഗൂഗിൾ പേ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ലോണുകൾ 6 മാസം മുതൽ ഏതാണ്ട് 4 വർഷം വരെ കാലയളവിലെ ലോൺ ഗൂഗിൾ പേ ധനകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്ന് നൽകുന്നുണ്ട്. ഇതിൻ്റെ പലിശ നിരക്ക് വ്യത്യസ്തമാണ്. ഇപ്പോൾ ലോൺ കാലാവധിയും എടുക്കുന്ന ലോണിൻ്റെ എമൗണ്ടും അനുസരിച്ചായിരിക്കും വായ്പാ തിരിച്ചടവ് തുക. പലിശ നിരക്ക് 13% മുതൽ പലിശയിൽ ലോൺ ലഭ്യമാണ്. ചെറുകിട ബിസിനസ്സുകൾക്കും ഈ ഒരു സാവകാശമുണ്ട്. അതായത് വായ്പാ തുക നേരത്തെ നിശ്ചയിച്ച് ലോൺ എടുക്കാനാകും. ഈ തിരിച്ചടവിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. മറ്റ് വായ്പകളെ അപേക്ഷിച്ച് നോക്കുമ്പം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തിരിച്ചടവ് വരുന്ന ഓപ്ഷനിൽ തന്നെ വായ്പകൾ എടുക്കാനാകും. അതുകൊണ്ട് യോഗ്യതയും വായ്പാ തുക അനുവദിക്കുന്നതുമൊക്കെ ബാങ്കിൻ്റെ മാനദണ്ഡങ്ങൾക്കും ഈ പറയുന്ന പ്രോസസ്സിംഗ് നടപടിക്രമങ്ങൾക്കുമൊക്കെ അനുസരിച്ചായിരിക്കും. ഗൂഗിൾ പേ ഫോർ ബിസിനസ് എന്ന ആപ്പിലൂടെ എങ്ങനെയാണ് ലോണിന് അപേക്ഷിക്കുന്നത്? ഗൂഗിൾ പേ ഫോർ ബിസിനസ് ആപ്പിലൂടെ ലോണിന് അപേക്ഷിക്കുന്നതിന് കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. ഇത് സ്ക്രീൻഷോട്ടിലൂടെ തന്നെ കാണിച്ചു തരാം. 10,000 രൂപ മുതൽ അങ്ങോട്ടുള്ള തുക 8 ലക്ഷം രൂപ വരെയൊക്കെ പെട്ടെന്ന് പണത്തിന് ആവശ്യം വരുമ്പോൾ ബിസിനസ്സുകാർക്ക് ഇങ്ങനെ കണ്ടെത്താനാകും. ഇത് സ്ക്രീൻഷോട്ടുകളിലൂടെ തന്നെ നമുക്ക് നോക്കാം. ഈ ആപ്പിലൂടെ ലോൺ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ മതിയായ തുക ഉണ്ടെന്ന് ഉറപ്പാക്കണം. EMIയുടെ തിരിച്ചടവ് മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കാം. കാരണം ക്രെഡിറ്റ് സ്കോറിനെ അത് ബാധിക്കുമെന്നതിനാൽ എല്ലാ മാസവും ഈ അക്കൗണ്ടിൽ തുക എത്രയാണോ ലോൺ തുക വേണ്ടത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓട്ടോ ഡെബിറ്റ് സൗകര്യം സജ്ജീകരിച്ചാൽ ഓട്ടോമാറ്റിക്കായി ഗൂഗിൾ പേയുമായിട്ട് കണക്ട് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ ഈ പണം ഈടാക്കുന്നതാണ്. വായ്പാ തിരിച്ചടവ് മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ ലോൺ തുക, എടുക്കുന്ന തുക, പലിശ എന്നിവ ഒക്കെ സംബന്ധിച്ച കൃത്യമായ ധാരണ ഉപഭോക്താക്കൾക്ക് ഉണ്ടാവണം. ഗൂഗിൾ പേ ഫോർ ബിസിനസ് എന്ന ആപ്പിലൂടെ ബിസിനസ് ലോണുകൾക്ക് അപേക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഗൂഗിൾ പേ ഫോർ ബിസിനസ് എന്ന ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ലോൺ എന്ന വിഭാഗത്തിൽ ഓഫറുകൾ എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. ജിപേയിലെ ലോൺ എന്ന ഓപ്ഷനിൽ സ്റ്റാർട്ട് ടാപ്പ് ചെയ്യാം. ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ഇത് സൈൻ ഇൻ ചെയ്യുക. സ്വകാര്യ വിവരങ്ങൾ നൽകുക. വായ്പാ തുകയും കാലാവധിയും ഇവിടെ തിരഞ്ഞെടുക്കാനാകും. ലോൺ ഓഫർ പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം ഈ സിഗ്നേച്ചർ നൽകുക. ഉപഭോക്താവിൻ്റെ
KYC രേഖകൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. EMI പേയ്മെൻറ്റുകൾ സജ്ജീകരിക്കാൻ സെറ്റപ്പ് ഇ മാൻഡേറ്റ് അല്ലെങ്കിൽ സെറ്റപ്പ് NACH എന്നിവയിൽ ടാപ്പ് ചെയ്യാം. ആപ്ലിക്കേഷൻ പാതി വഴിയിൽ നിർത്തുകയാണെങ്കിൽ ഇത് പുനരാരംഭിക്കാൻ വീണ്ടും ഓഫറുകൾ എന്ന ടാബിലേക്ക് പോയാൽ മതിയാകും. വായ്പ വിതരണം ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ ഫോർ ബിസിനസ് ആപ്പിലെ മൈ ലോൺ എന്ന വിഭാഗത്തിൽ നിന്ന് തന്നെ ലോണിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാനുമാകും. EMIകൾ കൃത്യസമയത്ത് അടയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാം. അക്കൗണ്ട് ഉപഭോക്താക്കൾക്ക് പരിശോധിക്കാനാകും. മണി മാറ്റേഴ്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഗൂഗിൾ പേയിലൂടെ എങ്ങനെ ലോൺ എടുക്കാം, ഇതിൻ്റെ പലിശ നിരക്ക് എങ്ങനെയാണ്, ഇതിൻ്റെ പ്രോസസ്സിംഗ് രീതി എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.